ടി ജി അമേരിക്കയുമായിട്ടുള്ള കരാർ അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി അത് ഡീലായി എന്ന് ട്രംപും അതിനുശേഷം നരേന്ദ്രമോദിയും അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോക്സഭയിൽ അതിൻ്റെ ചർച്ച നടക്കുകയാണ്. അപ്പോൾ ചർച്ച നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് നരേന്ദ്രമോദി പേടിച്ചു വിറച്ചു, ട്രംപ് പറഞ്ഞ എല്ലാം കേട്ടു, രാജ്യത്തെ വിറ്റു എന്നാണ് ലാസ്റ്റ് അവസാനത്തെ ഒരു പരാമർശം. അപ്പോൾ അങ്ങനെയാണ് രാഹുലിൻ്റെ ആരോപണം. കോൺഗ്രസ് നേതാക്കളും ഇടതുപക്ഷവുമെല്ലാം ഈ ഒരു പിന്നെ അതുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റീൻ ഫയൽസ്, അദാനി ഇതെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് ഈ ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണത് കരുതുന്നത്? അതെ, ഈ വിറ്റു വാങ്ങി എന്നൊക്കെ പറയാനൊക്കെ വളരെ എളുപ്പമാണ്. ഇറ്റ് ഇസ് ഓൾ പൊളിറ്റിക്കൽ ടോക്കാണ്. അത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഭരണകക്ഷിയെ ചുമ്മാ അങ്ങ് കുറ്റം പറയുക, കിട്ടിയെടുത്തൊക്കെ വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അതിന് പറ്റിയ ഒരാളെയും അവർക്ക് കിട്ടി, ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കാര്യം നേരെ ചെയ്യില്ല എന്ന് വാശിയുള്ള പോലെയാണ് അങ്ങേരുടെ പെരുമാറ്റം. അങ്ങേര് ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം ഒരു 10:30 ആയപ്പോഴാണ് ഈ ട്രൂത്ത് സോഷ്യലിൽ അത് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഇൻ്റർനാഷണലി കരാറുകളൊക്കെ ഉണ്ടല്ലോ, രണ്ട് രാജ്യങ്ങൾക്കും കംഫർട്ടബിളായ ഒരു സമയത്താണ് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ കരാർ ഒപ്പുവെച്ചു. അത് യൂറോപ്പും ഭാരതവും ഉണർന്നിരിക്കുന്ന സമയം നോക്കിയിട്ടാണ് കരാർ ഒപ്പുവയ്ക്കുന്നത്. അത് ഫോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ കൈമാറുന്നത് പിടിക്കുന്നതൊക്കെ, അല്ലാതെ സോഷ്യൽ മീഡിയ വഴിക്കല്ല. സോഷ്യൽ മീഡിയയിൽ പിന്നീട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ട്വീറ്റ് ചെയ്യുക പിടിക്കുകയൊക്കെയുണ്ട്. ട്രംപ് രാജ്യഭരണം നടത്തുന്നത് മൊത്തം ട്രൂത്ത് സോഷ്യലിലാണ്. സകല പോളിസി ഡിസിഷൻസും അനൗൺസ് ചെയ്യുന്നത് ട്രൂത്ത് സോഷ്യൽ വഴിക്കാണ്. ട്രൂത്ത് സോഷ്യൽ നോക്കിയാണ് JD വാൻസ് കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ വൈസ് പ്രസിഡൻ്റാണ് JD വാൻസ്. മാർക്കോ റൂബിയോയ്ക്ക് ഇതേ ഗതിയാണ്. സകല മനുഷ്യരും കാര്യം മനസ്സിലാക്കുന്നത് ട്രൂത്ത് സോഷ്യൽ ഇങ്ങനെ എന്തെഴുതിയിരുന്നു. ട്രൂത്ത് സോഷ്യൽ ഇങ്ങനെ എഴുതുന്നത് മിക്കവാറും പാതിരാത്രിക്കായിരിക്കും. ഡൊണാൾഡ് ട്രംപ് കള്ളു കുടിക്കുകയില്ല, പക്ഷെ മറ്റുള്ളവർ കുടിക്കുമല്ലോ. അവർ കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് ഇയാൾ ട്രൂത്ത് സോഷ്യലിൽ മലൂറായി പിടിച്ചുകൊണ്ട് പോകാൻ ഉത്തരവിടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അത് ഒന്നും ഒരു രാഷ്ട്രത്തലവന് ചെയ്യാവുന്ന പണികളല്ല പുള്ളി ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു മിസ്ചീഫാണ് ഈ ഡീല് അനൗൺസ് ചെയ്തത്. ഡീലിൽ പുള്ളി പറയുന്നത് ഇപ്പോഴും അവ്യക്തമായിട്ട് കിടക്കുന്നത് 18% കുറച്ചു. 50 നിന്നാണോ 18 അതോ 25 18 മൊത്തം താരിഫ് 25 + 25 50 ഇത് 18 എന്ന് പറയുമ്പോൾ 50 നിന്ന് 18 അതോ രണ്ടാമത്തെ 25 അതുപോലെ നിർത്തി ഈ ആദ്യത്തെ 25 നിന്ന് 18 അങ്ങനെയാണെങ്കിൽ മൊത്തം 43. ഇതുപോലത്തെ ഫുൾ സ്പെക്കുലേഷൻ. ഞാൻ ഇന്നലെ രാത്രി TV നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഇന്ത്യൻ ബിസിനസ് ആൾക്കാരും അമേരിക്കൻ ബിസിനസ് ആൾക്കാരും ഇതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അവസാനത്തെ താരിഫ് എത്രയാണ്? 18 43? നോബഡി ഈസ് ഷുവർ. ഇദ്ദേഹം പറയുന്നു റഷ്യൻ എണ്ണ വാങ്ങുകയില്ല എന്ന് മോദി എനിക്ക് ഉറപ്പ് തന്നു. മോദിയുടെ ട്വീറ്റിൽ റഷ്യൻ എണ്ണയെപ്പറ്റി ഒരു അക്ഷരം വേണ്ടുന്നില്ല. മോദി എവിടുന്നോ തപ്പിയെടുത്തിരിക്കുന്നു ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ. ഏത് സമാധാന ശ്രമം? ഇയാൾ USS എബ്രഹാം ലിങ്കൺ കൊണ്ടുവന്ന് കടലിലിട്ടിട്ട് ഖമനയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. വേറെ ഒരു സ്ഥലത്തും ഇപ്പം തൽക്കാലം ട്രംപ് സമാധാന ശ്രമം നടത്തുന്നില്ല. അപ്പോൾ സമാധാന ശ്രമത്തിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അതൊരു ട്രോളല്ലേ? വാസ്തവത്തിൽ മോദി ട്രോൾ ചെയ്തല്ലേ? താൻ ബാക്കി പറഞ്ഞതൊന്നും ഒരു കഥയില്ല. 18% എന്ന് പറഞ്ഞു, ഓക്കെ താങ്ക് യു, അതിനപ്പുറത്തേക്കൊരു മണ്ണാങ്കട്ടയും ഇല്ല എന്നതിനാണ് ഈ ഇല്ലാത്ത സമാധാന ശ്രമത്തിന് മോദി പിന്തുണ അറിയിക്കുന്നത്. മാത്രമല്ല ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന സമാധാന ശ്രമത്തിനും പൂർണ്ണ പിന്തുണ. ഏത് സമാധാന ശ്രമം? ഇങ്ങനൊരു ശ്രമം ഇപ്പോൾ നടത്തുന്നില്ല, യുദ്ധത്തിനുള്ള ശ്രമമല്ലേ നടത്തുന്നത്. അപ്പോൾ സമാധാനത്തിന് പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കളിയാക്കലാണ്, ഒരു ട്രോളാണ്. ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ പുറത്ത് വരുമായിരിക്കും ഓരോന്നോരോന്നായിട്ട്. അതിൻ്റെ പുറത്ത് ആഹ്ലാദിക്കാനോ ദുഃഖിക്കാനോ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്
അമേരിക്ക താരിഫ് എത്രയാക്കുന്നു എന്നുള്ളത് വിഷയമല്ല എന്നുള്ള മട്ടിലാണ് ഇന്ത്യ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടിച്ചതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആണിയായിരുന്നു യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റ്. ഇംഗ്ലണ്ടുമായിട്ട് അതിനു മുമ്പേ FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് യൂറോപ്യൻ യൂണിയനെ കൂട്ടി. സൗത്ത് ആഫ്രിക്ക നേരത്തെയുണ്ട്, ബ്രസീൽ കൂടെ തന്നെയുണ്ട്, ബ്രിക്സിൻ്റെ പേരിൽ ചൈന, റഷ്യ ഒക്കെ കൂടെയുണ്ട്. ഇത്രയായി കഴിഞ്ഞപ്പോൾ ഈ മൂപ്പർക്ക് ഇനിയും ഇത് ഒപ്പിടാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തന്നെ നഷ്ടം. ഇന്ത്യക്കൊരു നഷ്ടം ഉണ്ടായില്ല. കാരണം ഇന്ത്യയുടെ ബജറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വി ആർ കംഫർട്ടബിൾ എന്നുള്ളൊരു സ്ഥിതി വന്നു. പിന്നെ കടം സംഗതി അതൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കും ഉണ്ട്. ബട്ട് നമ്മൾ കംഫർട്ടബിളാണ്. ഈ അമേരിക്ക വിചാരിച്ച പോലെ ഒരു ശ്വാസം മുട്ടലും ഭാരതത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെയോ ആയിരത്തിൻ്റെയോ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? ഇയാൾ ഈ വീരസ്യം മുഴുവൻ പറഞ്ഞിട്ട് 25% പിന്നെ 50%, പിന്നെ വേറെ എന്താ, ഗ്രീൻലാൻഡിനെ പിന്തുണയ്ക്കാത്ത ആളുകൾക്ക് 5% വേറെ താരിഫ്. അങ്ങനെ തോന്നിയ മാസം ആ ട്രൂത്ത് സോഷ്യലിൽ ഓരോന്നൊക്കെ എഴുതി വിട്ടു. ഈ മനുഷ്യനല്ലേ 2-3 മാസം മുമ്പ് നമ്മൾ ഡെഡ് എക്കോണമിയാണെന്ന് പറഞ്ഞത്? ഇപ്പം എന്താ, നമുക്ക് പെട്ടെന്ന് ജീവൻ വെച്ചോ ഒപ്പിടാനും മാത്രം? ഇപ്പോൾ അബ്സല്യൂട്ട്ലി ഇറാറ്റിക്കായിട്ട് പെരുമാറുന്നൊരു മനുഷ്യൻ. കഷ്ടകാലത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ആയിപ്പോയി. അതിപ്പോൾ അമേരിക്കക്കാരെന്ത് ചെയ്യും? ഈ ചർച്ച നമ്മളുടെ പീയൂഷ് ഗോയലുമായിട്ട് കാലം കുറേ ആയി ചർച്ച നടക്കുന്നു. 32 ഗ്രൂപ്പ്സായിട്ട് തിരിഞ്ഞാണ്, 32 ഐറ്റംസ് ക്ലബ് ചെയ്ത് ഓരോ ഹെഡിലാക്കിയിട്ട് ആണ് ചർച്ച നടക്കുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ ഇത്ര താരിഫ്, ഈ ഗ്രൂപ്പിൻ്റെ ഇതാണ് നടക്കുന്നത്. അമേരിക്കക്കാർ നിസ്സഹായരാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ പ്രസിഡൻറ്റ് അങ്ങനെ ആയിപ്പോയി, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും, 4 വർഷം കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അങ്ങനെ ഇറക്കാൻ പറ്റുള്ളൂ, നിങ്ങളത് വിട്, പുള്ളി എന്തെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ കാര്യം സംസാരിക്കണം. നമുക്ക് കാര്യം സംസാരിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഇത് ഉറച്ചു കഴിഞ്ഞു. ജയശങ്കർ അമേരിക്കയിൽ പോയി ഇറങ്ങി. അപ്പോൾ ആശാന് ചൂടായി, എടാ ഇത് ബാക്കി എല്ലാവർക്കും ക്രെഡിറ്റ് പോകുമല്ലോ, അതെനിക്ക് തന്നെ വേണ്ടേ. അതുകൊണ്ട് പെട്ടെന്ന് ട്രൂത്ത് സോഷ്യലിൽ അങ്ങ് തട്ടി. ഇതാണ് സംഭവം. ഇതെന്താ ഏതാണെന്നറിയാൻ മേല അതാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. ഇനി ഇത് തിരിച്ചെഴുതാനും അങ്ങേർക്ക് വലിയ നേരമൊന്നും വേണ്ട. ഇറാൻ്റെ നോക്കുന്നു, ഇറാനെ ഇപ്പോൾ തീർത്ത് കളയെന്ന് പറഞ്ഞിട്ട് എബ്രഹാം ലിങ്കണയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഇതൊക്കെ ആയിക്കഴിഞ്ഞ് ഖമനയി തിരിച്ചും പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ ഇറാനുമായിട്ടൊരു ഡീലിന് തയ്യാറാണ്. എടാ എന്നാൽ ഡീല് നടത്തിയാൽ പോരായിരുന്നു. ഈ ബഹളം മുഴുവൻ വയ്ക്കേണ്ട കാര്യം എന്താ? ഈ എബ്രഹാം ലിങ്കനെയും ഹാരി എസ് ട്രൂമാനെയൊക്കെ മരിച്ചു പോയവരെ വിളിച്ച് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പുള്ളി പറയാണ് ഞാൻ ഡീലിന് റെഡിയാണ്. ഖമനയി പറഞ്ഞു എന്നാൽ ഡീൽ എന്താണെന്ന് പറ, അത് നോക്കാം, എൻ്റെ അടുത്ത് മറ്റു രീതിയിലുള്ള വേലയൊന്നും വേണ്ട. ഇങ്ങനെ അബ്സല്യൂട്ട്ലി അൺപ്രഡിക്റ്റബിളായിട്ട് ഇറാറ്റിക്കായിട്ട് പെരുമാറുന്നൊരു മനുഷ്യൻ. നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ഡീല് ക്യാൻസൽ ചെയ്യും. അതിനൊരു മടിയുമില്ല പുള്ളിക്ക്. എനിക്ക് വലിയ കഷ്ടം തോന്നുന്നത് അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുണ്ടല്ലോ, ദേ ആർ അണ്ടർ പെർപെച്വൽ ഫിയർ. ഞാനിത് പറയുന്നത് ശരിയാണോ, അവർക്ക് ഒരു പ്രയാസമൊന്നും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പറയുന്നതല്ല. ബട്ട് യു സി ട്രംപിൻ്റെ മാഗ പ്രോജക്റ്റിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വെള്ളക്കാരായ ക്രിസ്ത്യാനികളുടെ ഭരണം അത് മതി, അവർ മതി അമേരിക്കയിൽ. ബാക്കിയുള്ളവരൊക്കെ വരത്തന്മാരാണ്, പോടാ. ഇതാണ് അവരുടെ കോർ ഐഡിയ. ബാക്കിയൊക്കെ ഡെക്കറേഷനാണ്. ഇത് ശരിക്ക് ഒറിജിനൽ വെള്ളക്കാരായ അമേരിക്കക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. സബ്സീക്വൻ്റ്ലി മൈഗ്രേറ്റ് ചെയ്ത ഇന്ത്യക്കാർക്കും മറ്റ് രാജ്യക്കാർക്കും അവർ അമേരിക്കൻ പൗരത്വമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്കിത് മനസ്സിലാകുന്നുണ്ട്, ഐ ആം ഡിഫറൻറ്റ്, ഞാൻ വരുത്തനാണ്. ഇതാണ് ഈ പറച്ചിലിൻ്റെ അർത്ഥം. അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ വിട്ട് ലീഗൽ ഇമിഗ്രൻസിനെ കൂടി ഇല്ലീഗലാക്കുന്ന രീതിയിലേക്ക് മാഗ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം ഈ ട്രംപിൻ്റെ വാചകങ്ങളുടെ ഫലമാണ്. വാസ്തവത്തിൽ ഇങ്ങേർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. ഇങ്ങേർക്കറിയാം 4 വർഷത്തെ ആയുസ്സേ എനിക്കുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകേണ്ടി വരും, ഒരു മനുഷ്യനെ എനിക്ക് വോട്ട് ചെയ്യാനുണ്ടാവില്ല, ആവുന്നത്ര കാശുണ്ടാക്കുക, ലോകത്ത് മുഴുവൻ ട്രംപ് ടവർ ഉണ്ടാക്കുക. അതാണ് പുള്ളി ഗാസ വികസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യം. എന്താ ഗാസ ട്രംപ് ടവേഴ്സ്, പുള്ളി ഒരു ബിൽഡറാണല്ലോ ബേസിക്കലി. അപ്പോൾ ഗാസ റീബിൽഡ് ചെയ്യാനുള്ള കോൺട്രാക്റ്റ് മുഴുവൻ സ്വന്തം കമ്പനികൾക്ക് കൊടുത്തിട്ട് കാശുണ്ടാക്കും. അങ്ങനെ ഗാസയും വികസിച്ചു, ട്രംപും വികസിച്ചു.
പാകിസ്ഥാനുമായിട്ട് എന്ത് കറൻസിയാണ് അത്? പുതിയ ക്രിപ്റ്റോ കറൻസി, ആ കച്ചവടം, അത് മകൻ്റെ പേരിലോ മരുമകൻ്റെ പേരിലോ മറ്റോ. ഇങ്ങനെ പുള്ളി സ്വന്തം ആവശ്യത്തിന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും വലിയ നാണക്കേട്, ഖത്തറിൽ നിന്നിങ്ങനെ ബോയിങ് വിമാനം മേടിച്ചു. ഖത്തർ കൊടുത്ത സമ്മാനം. ആ ബോയിങ് വിമാനം പ്രസിഡൻഷിപ്പ് കഴിയുമ്പോൾ ആ വിമാനം അമേരിക്കയുടെ ആയിരിക്കും എന്ന് ആരോ പറഞ്ഞു. പുള്ളി അതിന് തട്ടിക്കയറി പത്രസമ്മേളനത്തിൽ. പുള്ളി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അത് എനിക്ക് തന്ന പ്രൈവറ്റ് സമ്മാനമാണ്, ഞാനൊരു പ്രസിഡൻ്റ് അല്ലാതെ കഴിഞ്ഞാൽ ഞാനത് വീട്ടിൽ കൊണ്ടുപോകും, എനിക്ക് സ്വന്തം വിമാനത്താവളമുണ്ട്, അവിടെ കൊണ്ടുപോയി ഇടും ഈ സാധനം എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു ട്രംപ്. വാസ്തവത്തിൽ ഞാൻ വരെ വിചാരിച്ചുകൊണ്ട് ഈ ഖത്തറിൻ്റെ എന്നിട്ട് സമ്മാനം മേടിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് കുറച്ചിലാണ്. എന്നിട്ട് അത് പുള്ളി എയർഫോഴ്സ് വണ്ണായിട്ട് ഉപയോഗിക്കുന്നു. ആരെങ്കിലും ചെയ്യുമോ? ബട്ട് അങ്ങനെ അത് ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ച് ഏത് മനുഷ്യനും റിട്ടയറായി കഴിയുമ്പോൾ കിട്ടിയ വിമാനം നാട്ടുകാരുടെ വിമാനമാണല്ലോ, അത് കൊടുക്കുമല്ലോ. അല്ല, എൻ്റേതാണെന്നോ ഞാൻ കൊണ്ടുപോകും. ഇങ്ങനൊരു മനുഷ്യനെ എങ്ങനെ വിശ്വസിക്കും? ബട്ട് ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയെ നാണം കെടുത്താൻ എന്തെങ്കിലും പോയിൻ്റ് വേണം. ഇയാൾ ട്രംപിൻ്റെ മുമ്പിൽ കുമ്പിട്ടു, ശരി, ഇന്നലെ വരെ കുമ്പിടാതെ നിന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? അത് സമ്മതിക്കില്ല, അതും സമ്മതിക്കില്ല. ഇതുവരെ കുമ്പിടാത്തതായിരുന്നു കുഴപ്പം. ഇവിടെ ട്രംപ് പറയുന്നു അങ്ങേരാണ് പാകിസ്ഥാനുമായിട്ട് കരാറിന്, താൻ എന്താ മിണ്ടാത്തത്. ഇപ്പം മിണ്ടിക്കഴിഞ്ഞപ്പോൾ താൻ കീഴടങ്ങി. ഇതെന്ത് പാട്? ഇതൊക്കെ വെറും പൊളിറ്റിക്സ്, ഷാലോ പൊളിറ്റിക്സ് കളിക്കുകയാണ്. ഈ എപ്സ്റ്റീൻ ഫയൽസിൽ മോദിയുടെ പേര് വന്നതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് എന്താ അതിൽ വന്നത്? എപ്സ്റ്റീൻ എന്നൊരു മനുഷ്യൻ ക്ലെയിം ചെയ്യുന്നു, ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് 2017 മോദി ഇസ്രായേലിൽ പോയത്. ഇതാണല്ലോ സാധനം. അല്ല, മോദി വേറെ കുഴപ്പമൊന്നും കാണിച്ചൊന്നുമില്ല. അയാൾ പറഞ്ഞിട്ടാണ്. ആർക്ക് വേണേലും അവകാശപ്പെടാം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ പറയാണ്, വൈകിട്ട് ഞാനെന്നും മോദിയോട് പറഞ്ഞു, ചേട്ടാ ഇപ്പോൾ വേണം ഇസ്രായേലിൽ പോകാൻ, പറ്റിയ സമയമാണ്. അതിന് പറ്റിയ സമയം, ചേട്ടൻ അവിടെ ചെല്ല്, ഞാൻ ട്രംപിനെ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വായിച്ചിട്ട് എന്ത് ചെയ്യും? ഒന്ന് ചിരിക്കും. അല്ലാതെ തെളിവ് കൊണ്ടുവരാനൊന്നും എന്നോട് പറയും. ഈ പൊട്ടത്തരത്തിന് പിന്നെ തെളിവൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഒന്ന് ചിരിക്കും. ഈ ഷൂട്ടിങ് കഴിയുമ്പോൾ കൂടെയുള്ളവരോട് വായിച്ചിട്ട് പറയും, മൂപ്പർക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, എന്തെങ്കിലും രക്ഷ ജപിച്ച് കെട്ടിയില്ലെങ്കിലേ സംഗതി പ്രശ്നമാകും. ഇതാണ് കാര്യം. ഇതാർക്കാ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞിട്ടാണ് ഇയാൾ പോയെന്ന് പറഞ്ഞാൽ ശരി. ടി ജി അന്ന് ദിലീപിൻ്റെ കേസിൽ ബാലേന്ദ്രകുമാറിൻ്റെ കാര്യം പറഞ്ഞത് ഭയങ്കര വൈറലായി. അത് യഥാർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ മൊത്തം അത് വെച്ച് പ്രചരിപ്പിച്ചു. ഇതാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഒടുവിൽ അത് അസത്യം വിളിച്ചു പറഞ്ഞു. കാര്യം സംഖ്യയാണെങ്കിലും സത്യം പറഞ്ഞല്ലോ. അവരത് വിശ്വസിച്ചു. ഒരുപാട് പേരെ എന്നെ വിളിച്ചു. ബാലേന്ദ്രകുമാർ അമിത്ഷായെ സ്വാധീനിച്ചു. ഒരുപാട് ഷെയർ ചെയ്തു, ഒരുപാട് പേര് വിളിച്ചു. പിന്നെ എല്ലാവർക്കും ഞാൻ ഫുൾ വീഡിയോ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് വൈറലായി. ടി ജിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ടി ജി സംഖ്യയാണെങ്കിൽ സത്യം പറഞ്ഞു എന്നായി. അല്ല, ഞാനതിൽ ബാലേന്ദ്രകുമാർ എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ, അത് കേട്ടാൽ മനസ്സിലാവുമല്ലോ. അത് പക്ഷേ റീലായിട്ട് പോയതാണല്ലോ. അത് ഫുള്ള് റീൽ കണ്ടാൽ തന്നെ അറിയാം അത് സർക്കാസമാണെന്ന്. പക്ഷേ പലർക്കും മനസ്സിലായില്ല. ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കുന്ന ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഷെയറിങ് നടന്നത്. അതെ, കഷ്ടം. അല്ല, അതുപോലെയാണ് ഈ എപ്സ്റ്റീൻ പറയുന്നത് ഞാനാണ് മോദിയെ പറഞ്ഞു വിട്ടത്. വിദേശകാര്യ വകുപ്പ് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം ഇസ്രായേലിൽ പോയി എന്നുള്ള നേരമാണ്. അത് എപ്സ്റ്റീനും പറഞ്ഞ കേട്ടൊന്നുമല്ല. പക്ഷേ ഇപ്പം എപ്സ്റ്റീൻ മരിച്ചും പോയി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? എപ്സ്റ്റീന് എഴുതി വെച്ചിരിക്കുന്നു. അയാൾ സെൽഫ് മെയിൽ അയച്ചിരിക്കുക. ഞാനൊരു മെയിൽ എഴുതി ഈ സെൻഡ് ടു ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞ് ചെയ്യാമല്ലോ നമുക്ക്. മെയിൽ അയക്കുന്നത് ഞാൻ, വാങ്ങുന്നത് ഞാൻ. അങ്ങനൊരു മെയിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ മെയിലിൽ ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അവിടെ പോയത്, ഞാൻ പറഞ്ഞിട്ടാണ് ട്രംപ് അവിടെ വന്നത്. ഡേറ്റ് നോക്കിയാൽ കറക്റ്റാണ്. അപ്പോൾ ശരിയല്ലേ? ഇപ്പോൾ എന്ത് ചെയ്യുക? എപ്സ്റ്റീൻ മരിച്ചും പോയി. അപ്പോൾ മോദി പറയുന്നത് നുണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സ്റ്റീൻ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എപ്സ്റ്റീൻ പറയുന്നത് സത്യമായി. ഇങ്ങനെയൊക്കെ ആർഗ്യ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും?